കുഞ്ഞാമോക്കും മമ്മൂട്ടിയൊക്കെ സഹായം കൊടുത്താൽ അവിടെ പയക്കില്ല. ഏറ്റി അവ തരുള്ളൂ. അത്രയും നല്ല കയ്യാണ്, നല്ല മനസ്സാണ് കേട്ടാ. ഡ്യൂട്ടി പോവാ ഏലേ അപ്പൊ വണ്ടി നീക്കണ്ടേ? ആ അപ്പൊ ഞങ്ങള് ഫാത്തിമുമ്മ 85 വയസ്സായ ഫാത്തിമുമ്മാന്റെ വീടിന്റെ താമസ ദിവസം ഇരുന്നത്. അപ്പൊ ഞങ്ങള് ഞങ്ങളെ ഫിറോസും ടീമും ഒരുപാട് ചോയ്സ് ഇൻസ്റ്റാൾമെന്റ് പാവങ്ങൾക്ക് സഹായിക്കുന്നതാണ്. നമ്മുടെ ചാപ്പനങ്ങാടിയും കുണ്ടോട്ടിയും പുത്തനത്താണിക്കൊക്കെ ഉണ്ട് ഓരോ സ്ഥാപനം. അപ്പോൾ സങ്കടം പറഞ്ഞ ഫാത്തിമുമ്മാന്റെ കുടിയിരിക്കലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിക്കുള്ള സാധനം എന്താ വേണ്ടിച്ച മോനോ എൻ്റെ കടയിൽ പോയി എടുത്തോ എന്നുള്ള ഒരു ഓഫറാണ് ഞങ്ങൾ കൂടെ പുറത്തായ പ്രോത്സാഹിപ്പ് തന്നത്. ഞങ്ങൾ നിഹാലും ടീമും അവിടെ പോയി വേണ്ടുന്ന ഉമ്മാനോട് ഞാൻ ചോദിച്ചിരുന്നു, ഫ്രിഡ്ജ് വേണോ അല്ലെങ്കിൽ ഫാന് വേണോ അല്ലെങ്കിൽ കട്ടില വേണോ എന്നൊക്കെ. അതൊക്കെ ആരാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കട്ടിലും അലമാറയും ബെഡും എല്ലാ സാധനവും ഞങ്ങൾ ചോയ്സിൻ്റെ സപ്പോർട്ട് ചോയ്സിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ചാപ്പനങ്ങാടി പോയി എല്ലാം വണ്ടി കയറ്റി കൊടുത്ത് ഇതൊക്കെ നമ്മളേക്ക് കൊടുത്തു. കുഞ്ഞാമോക്കാൻ്റെയും മുട്ടിയാക്കാൻ്റെയും കൈകൊണ്ടൊരു സഹായം മാക്ക് കൊടുത്തു. ഒരുപാട് നല്ല മനുഷ്യരെ നമ്മളതിൽ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചവർക്കൊക്കെ നന്ദി അറിയിക്കാണ്. പടച്ചവനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പതിമുമ്പ് അത്രയും ദുആ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും 3 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. എല്ലാ സൗകര്യത്തോടുള്ള വീടാണ്. കാരണം ചോർന്നൊലിക്കുന്ന ചുമരില്ലാത്ത ഒരു സൈഡിൽ ഒരു പഴയ 60-70 കൊല്ലം മുമ്പുണ്ടായിരുന്ന വീടായിരുന്നു. അത് പൊളിഞ്ഞാടിയിരുന്നു. അതിൻ്റെ ഒരു സൈഡിലായിരുന്നു ഉമ്മ ചുമരില്ലാത്തൊരു ഒരു പഴയ കട്ടിലുമ കെടുത്തിയത്. ഞാൻ കണ്ടപ്പോൾ മനസ്സാണ് പടഞ്ഞു. ഉമ്മാൻ്റെ ഏറ്റവും സന്തോഷം തോന്നിയത് ഉമ്മാനോട് കാര്യങ്ങൾ ചോദിച്ചാൽ 28 വർഷത്തോളം ഭർത്താവ് കിടപ്പിലായിരുന്നു. ആ ഭർത്താവിനെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് പോകുമ്പോഴും അത് കഴിഞ്ഞ് വന്നാൽ ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക, അതിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഒരു ഉംറക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിരുന്നു ഉമ്മാക്ക്. ഒരു നല്ല മനുഷ്യസ്നേഹികൾ ഉമ്മാനെ ഉംറക്ക് ഉണ്ടാകുന്നു ഫാത്തിമുമ്മാനെ. അപ്പോൾ എൻ്റെ ഉംറനെക്കാട്ടിയും പ്രതിഫലം എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കലാണ്. കിടപ്പിലായ എൻ്റെ ഭർത്താവിനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനൊരു സംഗതി എനിക്ക് അവിടെ പോയി കണ്ട എന്നെ കുറ്റപ്പെടുത്തല്ല, അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ തരുമല്ല. കാരണം എൻ്റെ ഭർത്താവിനെ ഇവിടെ വല്ലാത്തൊരവസ്ഥയ്ക്ക് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉംറ ചെയ്യും? എൻ്റെ അള്ള അതിന് 1000 ഉംറൻ്റെ പ്രതിഫലം എനിക്ക് തരും. നിങ്ങൾക്ക് 1000 പ്രതിഫലം ഉംറൻ്റെ പ്രതിഫലം അള്ള നിങ്ങൾക്ക് തെറ്റെന്ന് പറഞ്ഞ് ദുആ ചെയ്യണം ഫാത്തിമുമ്മ ചെയ്ത്. അതാണ് അങ്ങനത്തെ മനസ്സുള്ള ഒരു ഉമ്മയാണ്. ഇപ്പോൾ ഉമ്മാനെ ഞാൻ ആകുള്ള ആഗ്രഹം ഫാത്തിമുമ്മക്ക് 85 വയസ്സായിക്കണം. അതിൻ്റെ ഉമ്മ ഉണ്ട് 125 വയസ്സായി. അതിനെ കൊണ്ടുവന്നുകൊണ്ട് മോനോ എൻ്റെ കുട്ടി വരണം, ഈ കുട്ടികളെ മുയിമ കൊണ്ടുവരണം, ആ ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഭക്ഷണം കൊടുക്കണം. അപ്പോൾ എന്ത് ബിരിയാണിയാണ് വേണ്ട വെച്ച് കോഴി ബിരിയാണി പറ്റു വെച്ചാൽ അത് വേണ്ട കുഞ്ഞ കുട്ടൻ ബിരിയാണി ആയിക്കോട്ടെ. അപ്പോൾ അത് ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച ആ വയസ്സായ ഉമ്മാനെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാൻ.